എല്ലാവരും മാനവരാശി ഉണ്ടായ കാലം മുതൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ തർക്കിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഭൗതികത, ഒന്ന് ആത്മീയത. ഈ ഭൗതികത വന്ന് ശാസ്ത്രീയത എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ ഭാഗമെന്ന രീതിയിൽ മാറുകയും ആത്മീയത ഇപ്പോഴും ആത്മീയത എന്നുള്ള തലത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് സ്പിരിച്വാലിറ്റി, സ്പിരിറ്റുമായി, ആത്മാവുമായി, മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന് ഭൗതിക ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിയത്. എന്താണ് ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവ തമ്മിൽ ബന്ധമുണ്ടോ? വളരെ ലളിതമായി ചുരുക്കത്തിൽ നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഭൗതികത എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഘടകങ്ങളും, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ ശാസ്ത്രമായി മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി, ഫിസിക്കലായി മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ള ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന ഒരു ശാഖ എന്നുള്ള നിലയിലാണ് ശാസ്ത്രത്തെ നമ്മൾ കാണേണ്ടത്. പിന്നെ മനഃശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഭൗതികമായ ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനമായി വളർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റണം, അനുഭവിക്കാൻ പറ്റണം, ആരെങ്കിലുമൊക്കെ ശാസ്ത്രകാരന്മാർ പഠിച്ച് ശാസ്ത്രത്തിൻ്റെ മാർഗത്തിൽ പറഞ്ഞു തരാൻ പറ്റണം. അങ്ങനെ ഒരു ഘടകമായിട്ടാണ് ഭൗതികത അല്ലെങ്കിൽ ഭൗതിക ലോകം, ഫിസിക്കൽ വേൾഡ് പോകുന്നത്. പദാർത്ഥമാണ് അവിടെ. ചാർവാകന്മാരുടെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പദാർത്ഥമേ ഉള്ളൂ, മറ്റൊന്നും ഈ ഭൂമിയിലില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചപ്പാട് ആത്മീയത. ആത്മീയതയുടെ ഭാഗമായി പറയുമ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ കാര്യം പറയണം, ആത്മബോധത്തിൻ്റെ കാര്യം പറയണം. അവിടെ മറ്റു ചില ചിന്തകളുണ്ട്. കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്തിരുന്നൊരു സമൂഹത്തിൽ നിന്ന് മാറി ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും ചിന്തിച്ചു തുടങ്ങി, ഞാൻ ആരാണ്, എൻ്റെ അസ്തിത്വം എന്താണ്, എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, അതിനു പുറമെ എൻ്റെ വാസനകളെയും എൻ്റെ ചിന്തകളെയും എല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടോ, അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളെ, ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടോ, അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ശരീരമുണ്ട്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, അത് സമ്മതിച്ചു. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഞാൻ കാണുകയും കേൾക്കുകയും രുചിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നിലുള്ള രൂപമാറ്റമുണ്ടാക്കുന്നത്. എന്നെ ഞാനാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് പക്ഷേ ചെന്ന് പ്രവർത്തിക്കുന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്. അങ്ങനെയാണ് അടുത്ത ചിന്ത വരുന്നത്, ജീവനുണ്ടോ, മരിച്ചു പോകുമ്പോൾ എന്താണ് പുറത്തു പോകുന്നത്? ശരീരമാണ് പുറത്ത്. ശരീരം ചീത്തയായി പോകുകയാണെങ്കിൽ മാന്ത്രിക ശാസ്ത്രത്തിൻ്റെ സഹായത്തിൽ ശരീരത്തിൽ കൊടുക്കാമല്ലോ. ശ്വാസം നിലച്ചു പോകുമ്പോൾ ഓക്സിജൻ അടച്ചാൽ പോരെ? ഹാർട്ടിന് കുഴപ്പം വന്നു ഒരാൾ മരിച്ചു പോയാൽ ഹാർട്ട് മാറ്റി വെച്ചാൽ പോരെ? മരിച്ച ശേഷം മാറ്റി വെച്ചാൽ പോരെ? ഡെഡ് ബോഡിയിൽ ഇതൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഡെഡ് ബോഡി അല്ലാത്ത യഥാർത്ഥ ബോഡി, ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേ സുഭാഷ് ചന്ദ്രബോസ് ഉള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് അല്ല, എൻ്റെ ഡെഡ് ബോഡിയാണ്, എൻ്റെ ബോഡിയില്ല, ഡെഡ് ബോഡിയാണ്. അപ്പം ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഞാൻ മരിച്ചു പോകുന്നത്. എന്താണ് മരിക്കുന്നത്? അവിടെയാണ് അടുത്ത ചിന്ത വരുന്നത്. ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ വീണ്ടും ചിന്ത പോകുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. ശാസ്ത്രജ്ഞന്മാരെ പോലെ, ഗവേഷകരെ പോലെ ഋഷീശ്വരന്മാരും മറ്റുള്ള ആളുകളും ദൃഷ്ടാന്തത്തിലൂടെ, മനനത്തിലൂടെ, ശ്രുതികളിലൂടെ, സ്മൃതികളിലൂടെ ഇരുന്ന് ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് നൂറ്റാണ്ടുകളെ. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. യാജ്ഞവൽക്യനും ഗാർഗിയും ഒക്കെ തമ്മിലുള്ള തർക്കം, ഗാർഗി സ്ത്രീയാണ്, വനിതയാണ്, തമ്മിലുള്ള തർക്കം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉരുത്തിരിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ആത്മാവുണ്ട്. അപ്പോൾ മനുഷ്യന് ആത്മാവുണ്ടോ? മനുഷ്യന് ആത്മാവുണ്ട്. മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ലേ? അതെ. ഈ മാറ്ററിൻ്റെയും സ്പേസിൻ്റെയും അത് എനർജിയുടെയൊക്കെ ഭാഗമല്ലേ മനുഷ്യൻ? ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണല്ലോ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിനൊരു മനസ്സുണ്ടോ? ഇപ്പോൾ അതിന് ശാസ്ത്രകാരന്മാർ, മോട്ടിവേഷൻ നടത്തുന്നവരൊക്കെ പറയുന്നുണ്ട്, പ്രപഞ്ചം, ആൽക്കമിസ്റ്റൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രപഞ്ച മനസ്സുണ്ട്, നമ്മുടെ ചിന്തകൾ പ്രപഞ്ച ചിന്തകളുമായി ചേരും, അപ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കുമെന്നൊക്കെ പറയുന്ന മോട്ടിവേഷൻ്റെ തിയറി അതാണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിന് മനസ്സുണ്ട്, അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമുണ്ട്. അപ്പോൾ എനിക്കൊരു അസ്തിത്വമുണ്ട്, പ്രപഞ്ചത്തിനും അസ്തിത്വമുണ്ട്. എനിക്കൊരു സ്വയംബോധമുണ്ട്, പ്രകൃതിക്കും ഒരു ബോധമുണ്ട്. എനിക്കൊരു സ്വത്വമുണ്ട്, പ്രകൃതിക്കും ഒരു സ്വത്വമുണ്ട്. എൻ്റെ സ്വത്വത്തെ എൻ്റെ ആത്മാവെന്നും, നമ്മുടെ സ്വത്വത്തെ നമ്മുടെ ആത്മാവെന്നും, പ്രപഞ്ചത്തിൻ്റെ സ്വത്വത്തെ പ്രപഞ്ചത്തിൻ്റെ ആത്മാവെന്നും, എറ്റേണൽ സ്പിരിറ്റ്, അതിനപ്പുറമൊന്നുമില്ലാത്തത് കൊണ്ട്, തറവാടെന്ന് പറയുന്നത് പോലെ അതിനപ്പുറം മറ്റൊന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കടലിലേക്ക് വെള്ളമെല്ലാം നദികളിലെ വെള്ളമെല്ലാം ചേരുന്നത് പോലെ നാം എല്ലാം തറവാടുകളിലേക്ക് അല്ലെങ്കിൽ തറവാടുകളിൽ നിന്നുണ്ടായി തറവാടുകളിലേക്ക് ചേരുന്നത് പോലെ, മണ്ണിൽ നിന്നുണ്ടായി മണ്ണിലേക്ക് ചേരുന്നത് പോലെ, വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയൊക്കെ സഹായത്താൽ ഉണ്ടായി അതിലേക്ക് തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും പല രൂപത്തിൽ പ്രപഞ്ചത്തിൽ ചേരുന്നത് പോലെ, ആത്യന്തികമായി മനുഷ്യൻ്റെ ജീവൻ കഴിഞ്ഞാൽ, ആത്മാവ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് ചേരുന്നത് ഈ പ്രപഞ്ചത്തിലാണെന്നും, അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനൊരു ആത്മാവുണ്ടെന്നും, അതിനെ പരമാത്മാവ്, എറ്റേണൽ സോൾ എന്ന് വിളിക്കും, അങ്ങനെ നമുക്ക് പേരിട്ട് വിളിക്കാം എന്നൊരു കാഴ്ചപ്പാടും വന്നു. അപ്പോൾ ഇത് മനസ്സിൻ്റെ ചിന്തയുടേതാണ്. അതുകൊണ്ടാണല്ലോ ആധുനിക ശാസ്ത്രം, ഞാൻ വേറെ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സിച്ച് കഴിയുമ്പോൾ
ഡോക്ടർ നമ്മളോട് പറയും നിങ്ങളുടെ ജീവിതശൈലി മാറ്റണമേ, നിങ്ങളുടെ ജീവിത രീതികൾ മാറ്റണമേ എന്ന് പറഞ്ഞ് ജീവിതശൈലി മാറ്റണം എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മാനസിക നിലവാരം മാറ്റണമേ, നിങ്ങൾക്ക് ആത്മധൈര്യം കിട്ടണം. ഇപ്പോൾ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള ലോകത്തിലെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ സംഗീതം കൽപ്പിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് സംഗീതം കൽപ്പിക്കുന്നു. എന്തിന്? മാനസിക തല ഉയരാൻ, വാസനകൾ ഇല്ലാതാവാൻ, അക്രമവാസന ഇല്ലാതാകാൻ, ആത്മവിശ്വാസം നേടാൻ. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ പുതിയ തലങ്ങളാണ്, അല്ലെങ്കിൽ ആത്മചിന്തയുടെ തലങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് സബ്ജക്റ്റീവാണ്, അത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. ശാസ്ത്രത്തിന് കണ്ടറിയാൻ പറ്റും, പക്ഷേ അതേസമയം ആത്മീയ കാര്യങ്ങൾ പലപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ അന്വേഷകർക്കുള്ളതാണ്, അന്വേഷിക്കാത്തവർക്കുള്ളതല്ല. അന്വേഷകർക്കുള്ളതാണ്. അന്വേഷിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ബോധമാണ്, അവരുടെ ചിന്തയാണ്, അവർക്ക് കിട്ടുന്ന ആത്മജ്ഞാനമാണ്, ആത്മീയമായ അറിവാണത്. അതൊരു വേറൊരു അറിവിൻ്റെ മറ്റൊരു തലമാണ്. അത് നമുക്ക് ഭൗതികമായി മാത്രം കിട്ടുന്നതല്ല. അപ്പോൾ പിന്നെ രണ്ടും വേണ്ടയോ? തീർച്ചയായിട്ടും വേണം. കാരണം എന്തുകൊണ്ട്? മനുഷ്യന് ഇപ്പം പഴയ കാലത്താണെങ്കിൽ ആയുർവേദം കണ്ടുപിടിച്ചു. എന്തിനങ്ങനെ കണ്ടുപിടിച്ചു? യോഗ കണ്ടുപിടിച്ചു. എന്തിനത് വികസിപ്പിച്ചു? മനുഷ്യൻ്റെ ശരീരത്തിന് അസുഖം വന്നാൽ രോഗത്തിന് മരുന്ന് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അതുകൊണ്ടാണല്ലോ ആയുർവേദമൊക്കെ വന്നത്. പക്ഷേ തിരിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തിരിച്ച് ചിന്തിക്കേണ്ടത് എന്താണ്? ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ മാനസിക തലമുണ്ട്, നമ്മുടെ ചിന്താ തലമുണ്ട്. ആ ചിന്താതലത്തിൽ എല്ലാം നമുക്ക് കണ്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലത് അനുഭവിച്ചാണ് മനസ്സിലാക്കുന്നത്. അനുഭവിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് അനുഭവത്തിൻ്റെ വഴിയുണ്ട്, അതിനതിൻ്റെ മാർഗങ്ങളുണ്ട്, അതിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ആത്മീയതയുടെ വഴി മറ്റൊരു വഴിയാണ്, ഭൗതികതയുടെ വഴി വേറൊരു വഴിയാണ്. പക്ഷേ എങ്കിൽ പോലും ഭൗതികമായ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ, ഓരോ നിമിഷവും മെച്ചപ്പെടുത്തുവാൻ, കുട്ടി നന്നായി പഠിച്ചു, പക്ഷേ പരീക്ഷയ്ക്ക് ജയിക്കാൻ, ഒരാത്മബലം കിട്ടാൻ, മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും എല്ലാം ഒന്ന് അനുകൂലമായി നിൽക്കാൻ, തനിക്കൊരു ആത്മബലം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. രോഗിയായി കിടക്കുമ്പോൾ തനിക്ക് ആത്മബലം കൂട്ടാൻ പ്രാർത്ഥിച്ചാൽ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. അതിനൊരു കുറച്ചുകൂടി ശാസ്ത്രീയ തലമുണ്ട്. അതായത് രോഗമായി കിടക്കുന്നത് മാനസിക തലം കൂടി കൊണ്ടാണ്. വളരെ കൃത്യമായ മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ പകുതി അസുഖം കുറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പനിയൊക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പറയുന്നത്. നിങ്ങൾ പോയി നന്നായി റെസ്റ്റ് എടുക്കൂ, ആവിയെല്ലാം പിടിച്ച് റെസ്റ്റ് എടുക്കൂ എന്ന് പറയും. എന്തിനാണ് റെസ്റ്റ് എടുക്കുന്നത്? മനസ്സിനെ ശാന്തമാക്കാൻ, സ്ട്രെസ്സിൽ നിന്ന് റിലീസാക്കാൻ, അതിലൂടെ ശരീരത്തിലെ ഒരുപാട് ഊർജം ശരീരത്തിന് കൊടുക്കാതിരിക്കാൻ, അപ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഒക്കെയാണ് ഇതൊക്കെ പറയും. ഇതെല്ലാം ആത്മാവുമായും ആത്മീയവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാളൊരു കടൽ കാണാൻ പോയി. അവിടെ നിന്ന് കുറച്ച് വെള്ളമെടുത്തു. വെള്ളം കുപ്പിയിൽ എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്ന വഴിക്ക് അയാളൊരു നദി കണ്ടു. അവിടെ നിന്നും കുറച്ച് വെള്ളമെടുത്തു. അത് കഴിഞ്ഞ് ഒരു കുളം കണ്ടു. അവിടെ നിന്നും കുറച്ച് വെള്ളമെടുത്തു. അങ്ങനെ 3 കുപ്പിയിൽ വെള്ളം കൂടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അദ്ദേഹം നോക്കി, വീട്ടിൽ നിന്ന് കുറച്ച് ഇത്രയും പോയതല്ലേ എന്ന് പറഞ്ഞ് തകർന്നു പോയതോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കുടത്തിൽ വീട്ടിലെ പൈപ്പിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ അയ്യോ ഇതും വെള്ളമാണല്ലോ. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇനിയിപ്പോൾ കടൽ കാണാൻ ആരും പോണ്ട, ഇവിടെ തന്നെ വെള്ളമുണ്ട്, ആരും നദി കാണാനും പോണ്ട, അപ്പോൾ പിന്നെ കുളം കാണാനും പോണ്ട. എന്നിട്ട് അദ്ദേഹം ഈ 3 വെള്ളം എടുത്ത് നോക്കിയപ്പോൾ കടലിലെ വെള്ളത്തിന് അല്പം ഉപ്പ് രസമുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം വീട്ടിലെ ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് ശകലം ഉപ്പ് നിറച്ചു. ഉടൻ തന്നെ അത് കടൽ വെള്ളമായി. ഉടനെ അടുത്ത വെള്ളം, നദിയിലെ വെള്ളം അല്പം കലങ്ങിയതാണ്, കുറച്ച് മണ്ണ് വെളിയിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന് വേറൊരു ഗ്ലാസ്സിലിട്ടു, വേറൊരു പാത്രത്തിലിട്ട് വെള്ളം നിറച്ചു. ഇത് നദിയിലെ വെള്ളമായി. അങ്ങനെ കുളത്തിലെയും നദിയിലെയും കടലിലെയും കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ സ്വഭാവത്തിനും രുചിക്കും മണത്തിനും അനുസരിച്ച് വീട്ടിലെ പൈപ്പ് വെള്ളം എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അദ്ദേഹം വിളിച്ചു കൂവി, ഞാനിതാ കടൽ കാണാൻ ഇവിടെ വരണം, ആരും ഇനി കടൽ കാണാൻ പോകരുത്, നദി കാണാൻ ആരും പോകരുത്, കുളം കാണാൻ എല്ലാം ഇവിടെ കാണാൻ പറ്റും, എല്ലാത്തിനും വെള്ളമല്ലേ ഉള്ളത്, എന്ത് കാണാനാ പോകുന്നതെന്ന് ചോദിക്കുന്നൊരു സാമാന്യ യുക്തിയുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അറിവ് കിട്ടിയാൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസം കിട്ടിയാൽ, ജ്ഞാനം കിട്ടിയാൽ, അത് വച്ചിട്ട് ലോകത്തിലെ സകല കാര്യങ്ങളെയും വിലയിരുത്തുന്ന വേറൊരു തരത്തിലുള്ള ഒരു സാമാന്യ യുക്തിയുണ്ട്. ആ യുക്തിയിൽ നിൽക്കുന്നതല്ല, അതിനും അപ്പുറമുള്ള ആഴത്തിലുള്ള ചിന്തകളുടെയും ആത്മജ്ഞാനത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും വഴിയാണ് ആത്മീയത. അതുകൊണ്ടാണ് അത് കൃത്യമായി ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അഹിംസയും സത്യവും ധർമ്മവും ന്യായവും കരുണയും സഹിഷ്ണുതയും ഒക്കെ പറയുന്നതാണ് ആത്മീയത. ഇതൊന്നും ഭൗതികതയിലില്ല. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് മനുഷ്യർ മാനവരാകുന്നത്. അല്ലെങ്കിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യനെ മാനവനാക്കാനാണ് ആത്മീയത. ഭൗതികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ ആ നേട്ടങ്ങളെ മാനവികതയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്, മനുഷ്യനെ മാനവികനാക്കാനാണ്, അവൻ്റെ ആത്മബോധത്തെയും ആത്മജ്ഞാനത്തെയും ഉണർത്തുവാനാണ് പ്രത്യേകിച്ച് ഭാരതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വളരെ കൃത്യമായ ആത്മീയത.